നിങ്ങൾ ജാതക പൊരുത്തം നോക്കി വിവാഹം കഴിച്ചവരാണോ? നമസ്കാരം, എല്ലാ മാന്യപ്രേക്ഷകർക്കും നവഗ്രഹ ആസ്ട്രോസറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അറേഞ്ച്ഡ് മാരേജും ജാതക പൊരുത്തവും. നിങ്ങൾ ജാതക പൊരുത്തം നോക്കി വിവാഹം കഴിച്ചവരാണോ? പലപ്പോഴും പലരും വിവാഹം കഴിക്കുന്നത് വിവാഹം വരെ യാതൊരുവിധ മുൻ പരിചയവുമില്ലാത്ത ഒരു വ്യക്തിയെ ജാതക പൊരുത്തം നോക്കി ഫാമിലി സ്റ്റാറ്റസ് നോക്കി ഒക്കെയാണ് ഈ വിവാഹം കഴിക്കുന്നത്. വിവാഹം കഴിക്കാനായി ആദ്യമായി ഇപ്പോൾ പൊരുത്തം നോക്കി, ജാതക പൊരുത്തം ഉത്തമമാണെങ്കിൽ, ഫാമിലി സ്റ്റാറ്റസും ഒക്കെ ഉത്തമമാണെങ്കിൽ അവർ അതുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്യാറുള്ളത്. ഇവിടെ പലപ്പോഴും ഒരു പെൺകുട്ടിക്ക് തൻ്റെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുവാനായി വേണ്ടത്ര സമയമോ സാവകാശമോ സ്വതന്ത്രമായി അഭിപ്രായം പറയാനുള്ള സാഹചര്യങ്ങളോ ഒന്നും ലഭിക്കാറില്ല. പലപ്പോഴും മാതാപിതാക്കളുടെയും കാരണവന്മാരുടെയും നിർബന്ധത്തിന് വഴങ്ങി വിവാഹത്തിന് സമ്മതിക്കേണ്ടി വരുന്നു. നമ്മൾ മലയാളികൾ 5 രൂപയുടെ പേന വാങ്ങിക്കുമ്പോൾ പോലും അത് ഉരച്ചു നോക്കുകയും ഒരു തേങ്ങ വാങ്ങിക്കുമ്പോൾ അത് കുലുക്കി നോക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ഒരു പെൺകുട്ടി ഒരു 5-10 മിനിറ്റിന്റെ സംസാരിച്ച് അതിൻ്റെ പരിചയത്തിന്റെ അടിസ്ഥാനത്തിലോ മറ്റോ എങ്ങനെ വേണം ഒരു തൻ്റെ വർഷങ്ങളോളം ഒന്നിച്ച് താമസിക്കാനുള്ള തൻ്റെ ജീവിത പങ്കാളിയെ ശരിയായി തിരഞ്ഞെടുക്കുവാനും വ്യക്തമായി അതിനെ മനസ്സിലാക്കുവാനും എങ്ങനെ സാധിക്കും? ഇതിൽ പലപ്പോഴും പെൺകുട്ടികളാണ് നിർഭാഗ്യവതികളായി മാറപ്പെടുന്നത്. തൻ്റെ പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടത്ര സമയവും സാവകാശവും മുൻപരിചയമോ ആ വ്യക്തിയെ പറ്റി വേണ്ടത്ര അറിവോ ലഭിക്കാതെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പരമ്പരാഗതമായ രീതിയിൽ പെണ്ണ് കാണൽ ചടങ്ങിലൂടെ വളരെ കുറഞ്ഞ സമയത്തെ ഒരു സംസാരത്തിൻ്റെ അഭിപ്രായത്തിലൂടെ ഒരു പരിചയത്തിലൂടെ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ അത് എല്ലായ്പ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. അതുപോലെ തന്നെ ജ്യോത്സ്യന്റെ അടുക്കൽ പൊരുത്തം നിർണ്ണയിക്കുവാനായി കൊണ്ടുവരുമ്പോൾ അത് തങ്ങളുടെ ഫാമിലി സ്റ്റാറ്റസ് ഒക്കെ നോക്കിയാണ് അവർ ജാതകങ്ങൾ തിരഞ്ഞെടുക്കുന്നത് തന്നെ. അതിൽ നിന്ന് വേണം ജ്യോത്സ്യൻ പലപ്പോഴും പൊരുത്തം നിർണ്ണയിക്കേണ്ടത്. പലപ്പോഴും മാതാപിതാക്കൾ തന്നെ പറയാറുണ്ട്, പൊരുത്തക്കുറവുണ്ടെങ്കിലും അതിനെന്തെങ്കിലും പരിഹാരം ചെയ്താൽ പോരെ ജ്യോത്സ്യരെ എന്ന്. അവിടെയും അവരും പലപ്പോഴും മാനദണ്ഡമാക്കുന്നത് ജ്യോതിഷ ജാതക നിർദ്ദേശമല്ല, തങ്ങളുടെ ഫാമിലി സ്റ്റാറ്റസ് ആണ്. വളരെ ഉത്തമമായ പൊരുത്തമാണ് എങ്കിൽ കൂടിയും അവർ ഒരിക്കലും ഫാമിലി സ്റ്റാറ്റസിന് താഴേക്ക് പോകാൻ സമ്മതിക്കാറില്ല. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വവും ജ്യോത്സ്യന്റെ തലയിൽ വെച്ചു കൊടുക്കുകയും പൊരുത്തത്തെ കുറ്റം പറയുകയും ചെയ്യുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ വർദ്ധിച്ചു വരുന്ന വിവാഹമോചന കേസുകളുടെ എണ്ണവും ഭയപ്പെടുത്തുന്നതാണ്. പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ്, ഒരു ഡിവോഴ്സ് കേസ് നടക്കുമ്പോൾ അവർ ജാതകം നോക്കി വിവാഹം കഴിച്ചവരാണ്, 10-ൽ 8 പൊരുത്തമാണ്, 10-ൽ 10 പൊരുത്തമാണ്, എന്നിട്ടും അവർ വിവാഹ മോചിതരായി എന്നൊക്കെ, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ഭർത്താവ് മരണപ്പെട്ടു പോയി എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഇന്ന നക്ഷത്രങ്ങൾ തങ്ങളിൽ ഇത്ര പൊരുത്തം എന്നുള്ളത് ഒരു ഫിക്സഡായി ആചാര്യന്മാരാൽ നിർവചിക്കപ്പെട്ട ഒരു കാര്യമാണ്. അതൊരു കോമൺ ഫാക്റ്റ് ആണ്, അതൊരു പൊതു തത്വമാണ്. ഇന്ന നക്ഷത്രവും തങ്ങളിൽ ഇത്ര പൊരുത്തം എന്നുള്ളത്, നക്ഷത്രത്തെ അടിസ്ഥാനമാക്കി ഇത്ര പൊരുത്തം എന്നുള്ളത്. എന്നാൽ ജാതകങ്ങൾ തങ്ങളിൽ മാച്ചിങ് ആണോ എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നക്ഷത്രം വ്യക്തിഗതമല്ല, അത് ഒരു കോമണായി നിർണ്ണയിക്കപ്പെട്ട രീതിയാണ് നക്ഷത്ര പൊരുത്തം എന്നുള്ളത്. എന്നാൽ ജാതക പൊരുത്തം വ്യക്തിഗതമായ ഒരു പേഴ്സണാലിറ്റിയെ മനസ്സിലാക്കാനുള്ള ഒരു മാർഗമാണ്. നക്ഷത്രപ്പൊരുത്തം ഉത്തമമാണ് എങ്കിൽ കൂടിയും ജാതകങ്ങൾ തങ്ങളിൽ മാച്ചിങ് വന്നില്ല എങ്കിൽ അത് ഉത്തമമായി മുന്നോട്ട് പോകില്ല. അതിൽ പാപസാമ്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. അതിൻ്റെ ബലാബലങ്ങളും ദശാസന്ധി ദോഷവും സമദശാദോഷവും ഒക്കെ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഇവർക്ക് വിവാഹം നടക്കാൻ പോകുന്ന കാലഘട്ടങ്ങൾ വിവാഹത്തിന് ഉത്തമമാണോ, ആ കാലഘട്ടങ്ങൾ ദോഷപ്രദമാണോ എന്നൊക്കെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനൊരു പരിഹാരമായി ഒരു വിവാഹം ജാതകമൊക്കെ നോക്കി പൊരുത്തം ഉത്തമമാണ് എന്ന് കണ്ടാൽ കൂടിയും ആ വിവാഹിതരാകാൻ പോകുന്ന പെൺകുട്ടിയും ആ ചെറുപ്പക്കാരനും വേണമെങ്കിൽ ഒരു വിദഗ്ധനായ സൈക്കോളജിസ്റ്റിനെ അടുത്ത് കൗൺസിലിംഗ് നടത്തുകയും അതിലൂടെ തങ്ങളുടെ വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തികളുടെ പേഴ്സണാലിറ്റി തങ്ങളിൽ മാച്ചിങ് ആണോ, സ്വഭാവ സവിശേഷതകളും അഭിരുചികളും ഏകദേശം ഒത്തുപോകുന്നതാണോ, ഈ വ്യക്തിയെ വിവാഹം കഴിച്ചാൽ തങ്ങൾക്ക് സുഖമായി
വളരെ കാലം സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുന്ന വ്യക്തിയാണോ എന്നൊക്കെ മനസ്സിലാക്കുവാനും സാധിക്കും. അതോടൊപ്പം നക്ഷത്ര പൊരുത്ത നിർണയത്തിലുള്ള ജാതക പൊരുത്തവും നക്ഷത്ര പൊരുത്തവും വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള നക്ഷത്ര പൊരുത്തം, ഇന്ന നക്ഷത്രങ്ങൾ തങ്ങളിൽ ഇത്ര പൊരുത്തം എന്നുള്ളത് ഫിക്സഡ് ആണ്. പണ്ട് മുതൽക്കേ ആചാര്യന്മാരാൽ നിർദ്ദേശിക്കപ്പെട്ട ആ നിർദ്ദേശങ്ങൾ അതേപോലെ പാലിച്ചു വരുന്നു. എങ്കിൽ തന്നെയും ഇന്നത്തെ വർദ്ധിച്ചു വരുന്ന വിവാഹമോചന സാധ്യതകളിലൂടെ അതിൻ്റെ കാര്യകാരണങ്ങൾ മനസ്സിലാക്കുകയും അതോടൊപ്പം പെൺകുട്ടിക്ക് വേണ്ടത്ര ആ വ്യക്തിയെ മനസ്സിലാക്കുവാനും പരിചയപ്പെടുവാനും ഉള്ള സാവകാശവും അവർക്ക് സ്വതന്ത്രമായി അഭിപ്രായം പറയാനും തീരുമാനങ്ങൾ എടുക്കുവാനുമുള്ള സ്വാതന്ത്ര്യം കൂടെ വിട്ടുകൊടുക്കേണ്ടതാണ്. നിയമ സംവിധാനങ്ങളും കാലഘട്ടം ഇത്ര പുരോഗമിച്ചു എങ്കിൽ കൂടിയും ഇന്നും പരമ്പരാഗതമായ രീതിയിൽ പലപ്പോഴും കുടുംബ മേധാവിത്വത്തിൻ്റെയും കാരണവന്മാരുടെ അടിച്ചേൽപ്പിക്കലുകളുടെയും ഇരകളായി പെൺകുട്ടികൾ മാറുന്നു. അവരുടെ ജീവിതം അങ്ങനെ ഹോമിക്കപ്പെടുന്നു. അപ്പോൾ നമ്മളുടെ പെൺമക്കളോ സഹോദരിമാരോ ഒക്കെ ഇങ്ങനെ അവരുടെ ജീവിതം നരകതുല്യമായി മാറാതെ ഇരിക്കുവാൻ വേണ്ടി അവരവരുടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടത്ര സാവകാശം അവർക്ക് കൊടുക്കുകയും അവർക്ക് സ്വതന്ത്രമായി അഭിപ്രായം പറയുവാനും തീരുമാനങ്ങൾ എടുക്കുവാനുമുള്ള സ്വാതന്ത്ര്യം കൊടുക്കുകയും, എന്നാൽ കാരണവന്മാർ അത് ശരിയായ തീരുമാനമാണ് എന്ന് പരിശോധിക്കുകയും വേണം. ഇന്നത്തെ വർദ്ധിച്ചു വരുന്ന വിവാഹമോചന കേസുകളിൽ ചൊവ്വാദോഷം ഒരു പ്രധാന വില്ലനായി വരാറുണ്ട്. നമ്മൾ ചൊവ്വാദോഷത്തെ പറ്റി, എന്താണ് ചൊവ്വാദോഷം എന്നുള്ളതിനെ പറ്റി വിശദമായ ഒരു വീഡിയോ മുൻപ് ചെയ്തിരുന്നു. ചൊവ്വാദോഷം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണമെങ്കിൽ അതുകൂടെ കാണുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ അഭിപ്രായത്തിൽ, നിങ്ങളുടെ അനുഭവത്തിൽ വിവാഹമോചന കേസുകൾ നടന്നിട്ടുണ്ടെങ്കിൽ, ഡിവോഴ്സ് കേസുകളും ഡിവോഴ്സും ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പറ്റി, ആ വ്യക്തികളെ പറ്റി ഒന്ന് മനസ്സിലാക്കുകയും ആ വ്യക്തികളുടെ സ്വഭാവ സവിശേഷതകൾ അനുകൂലമാണോ, ഒന്നിച്ചു പോകാൻ സാധിക്കുന്നതാണോ എന്ന് മനസ്സിലാക്കുകയോ വിവാഹമോചനത്തിന് മുന്നേ അവരെ വേണ്ടവിധ കൗൺസിലിംഗ് പോലെയുള്ള കാര്യങ്ങൾക്ക് വിധേയരാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ വിവാഹമോചനങ്ങൾ നമുക്ക് തടയാൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും ഉപാസനാമൂർത്തികളുടെ അനുഗ്രഹവും കുടുംബ പരദേവതകളുടെ കാരുണ്യവും ഉണ്ടാകട്ടെ. അത് അപ്രകാരം ഭവിക്കട്ടെ. നന്ദി.